പടയണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുത്ത നമ്മുടെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആറാട്ടാണ്. ഉച്ചവരെ നമുക്ക് പ്രത്യേകിച്ച് ഒരു പണിയില്ലായിരുന്നു. അപ്പം നമ്മൾ കസിൻസ് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ഉച്ചയ്ക്ക് ശേഷം പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ ചേട്ടത്തീൻ്റെ അടുത്തേക്ക് പോയി. അവിടെ നിന്നാണ് ഞങ്ങൾ ആറാട്ടിന് വേണ്ടിയിട്ട് ഒരുങ്ങാനൊക്കെ പോകുന്നത്. അങ്ങനെ ഈവനിങ് ആകുമ്പോഴേക്കും അമ്മും ഞാനും അമ്മയും എല്ലാവരും ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചേട്ടത്തീൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ നേരെ ഇറങ്ങി താല എടുക്കുന്ന സ്ഥലത്തേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഞാനും നിളക്കുട്ടിയും അമ്മുമായിരുന്നു താല എടുക്കുന്നത്. ഞങ്ങളുടെ അവിടെ അടുത്തുള്ള ഒരു വീട്ടിൽ നിന്ന് താലം സ്റ്റാർട്ട് ചെയ്തിട്ട് അവലൂർമട അമ്പലത്തിലേക്കാണ് ഈ താലം കൊണ്ടുപോവുക. ഞങ്ങളുടെ അവിടുന്ന് അവലൂർമട അമ്പലത്തിലേക്ക് അത്യാവശ്യം ദൂരം ഉണ്ടായിരുന്നു. പക്ഷെ ആ താലം പിടിച്ചുള്ള നടപ്പായതുകൊണ്ട് തന്നെ നമുക്ക് ആ ദൂരം മനസ്സിലായില്ല. ഞങ്ങൾ വീട്ടിലെത്തുമ്പോഴേക്കും സ്മിത ചേച്ചി എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി നേരെ താല നിറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയി. താല നിറക്കുന്ന വീഡിയോ ഒന്നുമില്ല. പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ എത്തിയതിന് ശേഷം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അതൊക്കെ കഴിയുമ്പോഴേക്കും പ്രതീകിന്റെ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തതിന് ശേഷം അവർ പോയി. ഞങ്ങൾ എല്ലാവരും കൂടെ പിന്നെ അവിടുന്ന് അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നേരെ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അവിടെ ഇവിടെയായിട്ട് കുറേ പരിപാടികൾ നടക്കുന്നുണ്ട്. നാടൻ പാട്ടുണ്ട്, ഫ്യൂഷൻ ഉണ്ട്. അപ്പം ഞങ്ങൾ പിള്ളേർ സെറ്റ് എല്ലാവരും കൂടെ ഓരോ സൈഡിലായിട്ട് പോകാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഞങ്ങൾ ആദ്യം തന്നെ നാടൻ പാട്ടൊക്കെ കാണാൻ വേണ്ടിയിട്ട് അവിടേക്ക് പോയി. അവിടുന്ന് ഒരു സെറ്റ് തുള്ളലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് അവിടെ ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ടായിരുന്നു, ഡ്രഗ്സിനെതിരെ ആയിട്ടുള്ളത്. അപ്പോൾ അതിനൊരു വിലപിടിപ്പുള്ള ഒരു ഒപ്പ് ഇട്ടതിന് ശേഷം ഞങ്ങൾ പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇവിടെ നിന്നാണ് ആറാട്ടും അതേപോലെ ചെണ്ടമേളവും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ഫ്യൂഷനൊക്കെ ആദ്യം കണ്ടതിന് ശേഷം ശംഖുവിൻ്റെയും തുമ്പിൻ്റെയും കിട്ടില്ലം പോലത്തെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ അതൊക്കെ ആസ്വദിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഈ ഒരാളെ കാണുന്നത്. ആരാന്നുള്ള അറിയില്ല, പക്ഷെ അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട്. അങ്ങനെ പരിപാടിയും കഴിഞ്ഞു, ആൾക്കാരും പോയി, റോഡും ശൂന്യമായി. അങ്ങനെ ഞങ്ങളും പോകുന്നു. ബൈ ഗായ്സ്.